സമ്പത്തിൻ്റെ സുവിശേഷം എന്ന സാമ്പത്തിക പഠന വിചിന്തന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ രീതിയിൽ, അഭിമാനകരമായ രീതിയിൽ നമ്മുടെ ഈ പഠനം മുന്നോട്ട് പോവുകയാണ്. ധാരാളം പേർക്ക് ഇത് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പണത്തെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഫ് യു കാൻ മാനേജ് യുവർ മണി, മണി വിൽ മാനേജ് യു. പണത്തെ കൈകാര്യം ചെയ്യാൻ നമുക്കാവുന്നില്ലെങ്കിൽ പണം കയറി നമ്മളെ കൈകാര്യം ചെയ്യും. അത് വലിയ കടബാധ്യതയിലേക്കും പിന്നെ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിലേക്കുമൊക്കെ നമ്മളെ നയിക്കും. ഒരുവൻ ദരിദ്രനായി ജനിക്കുന്നത് അവൻ്റെ കുറ്റം കൊണ്ടല്ല. എന്നാൽ ഒരുവൻ ദരിദ്രനായി മരിക്കുന്നുണ്ടെങ്കിൽ അതവൻ്റെയും കൂടി കുറ്റം കൊണ്ടാണ്. ഈ വക ചിന്തകളിലൂടെ നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് കിടക്കാം. ഈ എപ്പിസോഡിൽ ഒരു ബാലൻസ്ഡ് മണി മാനേജ്മെൻറ്റിന് വേണ്ട 5 സ്റ്റെപ്പുകൾ പറഞ്ഞു തരാനാണ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 5 steps ഫോർ എ ബാലൻസ്ഡ് മണി മാനേജ്മെൻറ്റ്. ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ സന്തുലിതമായ, സമഞ്ജസമായ എന്നൊക്കെയാണ് അർത്ഥം. ഉയർച്ച താഴ്ചകളില്ലാതെ, ഏറ്റക്കുറച്ചിലുകൾ അധികമില്ലാതെ മുന്നോട്ട് പോകുന്ന രീതി. ചില ജീവിതങ്ങളെ നമ്മൾ അടുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളില്ല, വലിയ സാമ്പത്തിക ഉയർച്ചകളില്ല, വലിയ സാമ്പത്തിക പരാജയങ്ങളില്ല, അങ്ങനെ പോകും. ചില ജീവിതങ്ങൾ, ചില ബിസിനസ് ജീവിതങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ ഉയർച്ചകളിലേക്ക് പോകുന്നത് കാണാം, ടപ്പേന്ന് താഴോട്ട് വീഴുന്നതാണ്. സമ്പത്ത് ഒഴുകിക്കൊണ്ടേയിരിക്കും. മണിയെ എക്കണോമിക്സിൽ, ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫ്ലൂയിഡായിട്ടാണ് പറയുന്നത്, ലിക്വിഡ്. മണി ഈസ് എ ലിക്വിഡ് എന്ന് പറയുന്നു. ഇറ്റ് ഫ്ലോസ്. അതുകൊണ്ടാണ് നമുക്ക് ഫ്രോസൺ അക്കൗണ്ട് ഉള്ളത്, ഫ്രീസ് ചെയ്ത മണി ഉള്ളത്. മണി ഈസ് എ ലിക്വിഡ് അസറ്റ്സ് ആണല്ലോ. അതൊരു കയ്യിൽ നിന്ന് വേറൊരു കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ബാങ്കിൽ കൊണ്ടിട്ടാലും അവിടെ കിടക്കത്തില്ല, അത് വേറെ ഇടത്തേക്ക് പോയിക്കണം. ഇറ്റ് ഫ്ലോസ്. ഈ ഒഴുക്കിൻ്റെ ഗതി കുറച്ചൊക്കെ നമ്മുടെ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മളെ സഹായിക്കുന്നതാണ്. ഒന്ന്, ഞാൻ പറയുന്ന ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വി നീഡ് ടു ഹാവ് എ ബഡ്ജറ്റ്. ഒരു ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ബഡ്ജറ്റിനെ കുറിച്ച് മാത്രമേ നമ്മളൊരു ഫുൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് റെഫറൻസ് പോകാവുന്നതാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, എവരിബഡി ഷുഡ് ഹാവ് എ ബഡ്ജറ്റ്. വ്യക്തിപരമായ ബഡ്ജറ്റ്, കുടുംബപരമായ ബഡ്ജറ്റ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്ഥാപനങ്ങൾക്കൊരു ബഡ്ജറ്റ്, സർക്കാരിന് ബഡ്ജറ്റ്, സംവിധാനങ്ങൾക്ക് ബഡ്ജറ്റ്. മാർച്ച് മാസം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, പല സ്ഥാപനങ്ങളും അവരുടെ ബഡ്ജറ്റിൻ്റെ തിരക്ക് പിടിച്ച പണിയിലായിരിക്കും. ചില സ്വകാര്യ വ്യക്തികൾ ജനുവരി മുതലാണ് ബഡ്ജറ്റ് ആരംഭിക്കുന്നത്. ഈ വർഷം എൻ്റെ ജീവിതത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ അവർ കണ്ടെത്തുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ചിലവിനങ്ങൾ അവർ മനസ്സിലാക്കുന്നു. ഞാൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തണമെന്ന് അവർ ചിന്തിക്കുന്നു. ബഡ്ജറ്റിൽ ഉണ്ടാകേണ്ട ചില ഘടകങ്ങളാണ് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടത്. ഇവിടെ ഒരു ബാലൻസ്ഡ് മണി മാനേജ്മെൻറ്റിൽ ബഡ്ജറ്റ് ഘടകമായതുകൊണ്ട്. രണ്ടാമത്തത്, അപ്പോൾ ഒന്നാമത്തത് ക്രിയേറ്റിംഗ് ബഡ്ജറ്റ്. ഓക്കെ, ഞാനിത് വീണ്ടും പറയണമെന്നറിയാം. ചില വ്യക്തികളെങ്കിലും എന്നോട് പറഞ്ഞു, ഞങ്ങൾ മിസ്സ് പറയുന്ന, ടീച്ചർ പറയുന്നതല്ല, നോട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. വീണ്ടും എപ്പിസോഡുകൾ ഇരുന്ന് കാണാതിരിക്കാൻ വേണ്ടി, യൂട്യൂബിൽ കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ എപ്പിസോഡും നോട്ടാക്കി മാറ്റുന്നുണ്ട്. ഒരു അധ്യാപകയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് സന്തോഷം വരാനുള്ളതല്ലേ? ക്ലാസ്സിൽ കുട്ടികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നോട്ട് എഴുതി സൂക്ഷിക്കുന്നു എന്ന് കാണുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഭാവിയിലേക്കുള്ളതൊരു മുതൽക്കൂട്ടായതുകൊണ്ടാണ്. അപ്പോൾ ചിലരെങ്കിലും നോട്ട് എഴുതുന്നത് കൊണ്ടാണ് ഞാനിത് വീണ്ടും ഇങ്ങനെ 1 2 3 4 ഇട്ട് പറയുന്നത്. ഒന്ന്, ക്രിയേറ്റിംഗ് ബഡ്ജറ്റ്. രണ്ടാമത്തത് പ്രയോറിറ്റൈസിങ് എക്സ്പെൻസസ്സാണ്. പ്രയോറിറ്റി എന്ന വാക്ക് സാമ്പത്തിക ആസൂത്രണത്തിലെ പ്രധാനപ്പെട്ടൊരു പദമാണ്. മുൻഗണനാക്രമം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓർഡർ, വാട്ട് ഈസ് സെക്കൻഡ്, വാട്ട് ഈസ് ദ തേർഡ്. പലരും എൻ്റെ അടുക്ക വന്ന് പറയാറുണ്ട്, പണം ഇഷ്ടം പോലെയൊക്കെ ലഭിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മിച്ചമില്ല. ചെലവുകൾ പിടിച്ചിട്ട് നിയന്ത്രിക്കാനാവുന്നില്ല, എൻ്റെ പരിധിയിൽ പെടുന്നില്ല, എല്ലാം എങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ല. നെറ്റ് ബാലൻസ് സീറോയും
സംടൈംസ് നെഗറ്റീവുമാകുന്നു. അത് പ്രയോറിറ്റൈസേഷൻ ഇല്ലാഞ്ഞിട്ടാണ്. പ്രയോറിറ്റൈസേഷൻ ഏതൊരു സമയത്തും ഏതാണ് പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കാത്തതുകൊണ്ട്. എന്താണ് പ്രധാനപ്പെട്ടത് ഓരോ സമയത്ത്. ഇപ്പോൾ വിവാഹ ജീവിതം കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒന്നിച്ചായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ സമയത്ത്. അതുകൊണ്ട് അതിനായിട്ട് പണം ചിലവാക്കുക. കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലാകാം ചിലവ്. കുഞ്ഞുങ്ങളൊരു 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ ചിലവായിരിക്കും. ഇതിനിടയിൽ വീട് വയ്ക്കാനുള്ള ചിലവുണ്ട്, മാതാപിതാക്കളുടെ ആരോഗ്യ സംരക്ഷണ ചിലവുണ്ട്, നിങ്ങൾ തന്നെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഇൻഷുറൻസ് ചിലവുകളുണ്ട്. ഒരു വാഹനമുണ്ടെങ്കിൽ മോട്ടോർ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസുകൾ വിവിധ തരം. അപ്പോൾ ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് കണ്ടെത്തുക. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന് വിദേശയാത്ര ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹം പറഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്നു. വത്തിക്കാനിൽ പോകണമെന്നുള്ള ആഗ്രഹമായിട്ടാണ് വന്നത്. നമ്മൾ നീ ഒരു ചിട്ടി തുടങ്ങും, 1,00,000 രൂപയുടെ ഒരു ചിട്ടി തുടങ്ങും, മാസം ഒരു 700 രൂപ അല്ലെങ്കിൽ മാക്സിമം 800 രൂപ അടച്ചാൽ മതിയാകും. അത് ശമ്പളം കിട്ടി ആദ്യം തന്നെ ചെയ്യണം, കാരണം 10ാം തീയതി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടയ്ക്കാനുണ്ടാകത്തില്ല. എല്ലാവരുടെ അനുഭവം അത് തന്നെയാണ്. അപ്പോൾ നിനക്ക് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ചിട്ടി പിടിക്കുകയോ ലേലത്തിൽ കിട്ടുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നിൻ്റെ കയ്യിൽ ഒരു 70,000 രൂപ കിട്ടും. ടിക്കറ്റ് എടുക്കാൻ ആ കാശ് മതി. ബാക്കി കുറച്ചുകൂടി എവിടെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ പോയി വരാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ പ്ലാനിങ് ആണ്, പ്രയോറിറ്റൈസേഷനാണ്. നിനക്കൊരു യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുക. എല്ലാവരും കാശ് മിച്ചം പിടിച്ചിട്ടൊന്നുമല്ല ഇതൊക്കെ പോകുന്നതും യാത്ര ചെയ്യുന്നതുമൊക്കെ. എല്ലാവരും പ്ലാനിങ്ങിലൂടെയാണ്. പ്രയോറിറ്റൈസേഷനാണ്. അപ്പോൾ നിനക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അതിനുണ്ടെങ്കിൽ ചിന്തിക്കുക. ഇനി മറിച്ച് ഇപ്പോൾ ഒരു വീട് പണിയുകയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ കുറച്ച് പൈസ, ഒരു 5 ലക്ഷം രൂപയെങ്കിലും കയ്യിലുണ്ടാകട്ടെ, 10 ലക്ഷം ഉണ്ടാകട്ടെ. അത് ഓരോരുത്തർ പണിയുന്ന വീടിൻ്റെ വ്യാപ്തി അനുസരിച്ചിരിക്കും. ബാക്കി ലോൺ എടുക്കാം. നമുക്ക് അഫോർഡബിൾ ലോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? കൊടുത്തു തീർക്കാനാവുന്ന ലോൺ. ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തന്നെ പ്രാധാന്യമെങ്കിൽ ആ രീതിയിലായിരിക്കണം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഏതാണോ നമ്മുടെ വീടിൻ്റെ, നമ്മുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ സാമ്പത്തിക നീഡ്, സാമ്പത്തിക ആവശ്യം, അത് മുന്നിൽ വരിക. ആവശ്യവും അത്യാവശ്യം, അനാവശ്യം, ആഡംബരം, 4 തമ്മിൽ തിരിച്ചറിയണം കേട്ടോ. 4 തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പൈസ ചിലവാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രയോറിറ്റി തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ 4 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആവർത്തിക്കുന്നു: ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ആഡംബരം. എന്ത് കാര്യത്തിന് വേണ്ടി പൈസ ചിലവാക്കുമ്പോഴും ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. ഇതെനിക്ക് ആവശ്യമോ, ഇതെനിക്ക് അത്യാവശ്യമോ, ഇതെനിക്ക് അനാവശ്യമോ, അതോ ഇത് വെറും ആഡംബരമോ? അത്യാവശ്യമാണെങ്കിൽ ഗോ ഹെഡ്, മുന്നോട്ട് പോകണം. ആവശ്യമാണെങ്കിൽ ചെയ്തു തുടങ്ങണം. ബാക്കി രണ്ടും വിട്ടുകളയുക. അനാവശ്യമാണെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. ആഡംബരമാണെങ്കിൽ മറ്റാരെങ്കിലും കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ധനാഢ്യയായ ഒരു ഡോക്ടറിൻ്റെ മകൾ കോളേജിൽ വരുമ്പോൾ സാധാരണ ഡ്രസ്സിട്ടേ വരാറുള്ളൂ. ഞാനൊരു ദിവസം ചോദിച്ചു, നല്ല നല്ല ഡ്രസ്സുകളൊക്കെ വീട്ടിലിരിപ്പില്ലേ, അതൊക്കെ ഇട്ടുകൊണ്ട് എന്താണ് കോളേജിൽ വരാത്തത്? അപ്പോൾ അവൾ എന്നോട് മറുപടി പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരോടൊപ്പം നിന്നാൽ മതി, മറ്റുള്ളവരെക്കാളും മുകളിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ഇടുന്ന ഡ്രസ്സിൻ്റെ അതേ സ്റ്റാറ്റസ്, നീ വലിയ ധനാഢ്യയായ കുടുംബത്തിലെയാണെന്നോ, നീ വലിയ ഫേമസ് ആയ ഡോക്ടറിൻ്റെ മകളാണെന്നോ വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ഗർവിലല്ല ക്ലാസ്സിൽ പോയിരിക്കേണ്ടത്. നീ ക്ലാസ്സിലെ സാധാരണ വിദ്യാർത്ഥികളോടൊപ്പം അവരെ പോലെയായിട്ട് ക്ലാസ്സിൽ ഇരുന്നാൽ മതി. നോക്കണേ, ആ അമ്മയുടെയും മകളുടെയും പ്രയോറിറ്റി ആഡംബരമല്ല, ആവശ്യബോധമാണ്. വളരെ അഭിമാനം തോന്നി അമ്മയോടും മകളോടും. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഞങ്ങൾക്കിതൊന്നും ഇല്ലല്ലോ എന്ന ചിന്ത ഉണ്ടാകാൻ നീയായിട്ട് ഇടവരുത്തരുത് എന്ന് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തൊരു കൺസെപ്റ്റാണല്ലേ, എന്തൊരു നല്ല കാഴ്ചപ്പാടാണത്. എല്ലാവരേക്കാളും മുന്തിയതായിട്ട് എൻ്റെ മക്കൾ നിൽക്കണമെന്ന് ചിന്തിക്കുന്ന അമ്മമാരുടെ ഇടയിൽ ഈ അമ്മ കാണിച്ച പക്വത വളരെ വലുതാണ്. അപ്പോൾ പ്രയോറിറ്റൈസിങ്, എക്കണോമിക്സിൽ ഞങ്ങൾ പറയും 3 തരത്തിലാണ് വസ്തുക്കളുള്ളത്: നെസസറീസ്, കംഫർട്ട്സ്, ലക്ഷറീസ്. അത്യാവശ്യ വസ്തുക്കൾ, സുഖഭോഗ വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ.
അത്യാവശ്യ വസ്തുക്കൾക്ക് വേണ്ടി നമ്മൾ പണം ചിലവാക്കണം. ഭക്ഷണമാകാം, ആരോഗ്യ പരിപാലനമാകാം, വിദ്യാഭ്യാസമാകാം, ഭവനമാകാം, അത്യാവശ്യ വസ്തുക്കൾക്ക്. കംഫർട്ട്സ്, ജീവിതത്തെ കുറേ കൂടി സുഖപ്പെടുത്തുന്ന വസ്തുക്കൾ, അതൊരു വാഹനമാകാം, വീട്ടിലെ ചില സൗകര്യങ്ങളാകാം, ജീവിതം മെച്ചപ്പെടുത്താൻ ഉപകാരപ്പെടുന്ന മറ്റു ചില സാധനങ്ങളൊക്കെ ആകാം, നല്ലൊരു ലാപ്ടോപ്പാകാം. അതൊക്കെ സുഖപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യ സാധനങ്ങളിലും കംഫർട്ട്സാണ്. മൂന്നാമത് ലക്ഷറിയാണ്. എനിക്കിതൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ലക്ഷറി വരുന്നത്. അപ്പോൾ അത് ഒരു പ്രദർശന മനോഭാവം എന്ന് പറയും എക്കണോമിക്സിൽ. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്നുള്ള തിയറിയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം എനിക്കെന്തൊക്കെയോ ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു ത്വര. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞങ്ങൾ അതിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ടു കീപ്പ് അപ്പ് വിത്ത് ദ ജോണസസ് ആൻഡ് സർപ്പാസ് ദ ജോണസസ് എന്ന് പറയും. ജോണസസ് എന്നുള്ള വാക്കോട് ഉപയോഗിക്കുന്ന അയൽക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നുകിൽ അയൽക്കാരനൊപ്പം എത്തുക, അല്ലെങ്കിൽ അയൽക്കാരനെ മറികടക്കുക. അയൽക്കാരനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും ഇവർക്കുമൊക്കെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേണം, അവർക്കും ഇവർക്കുമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വേണം. ഇങ്ങനെ പല മനോഭാവങ്ങളാണ് മനുഷ്യൻ നയിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ പ്രയോറിറ്റൈസേഷൻ മാറിപ്പോകുന്നു. നമുക്ക് ആവശ്യമുള്ള വസ്തുവല്ല, പക്ഷെ അവർക്കൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വേണം. ചിലപ്പോഴൊക്കെ അവർക്കൊക്കെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേണം. രണ്ട് മനോഭാവങ്ങളും നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പ്രയോറിറ്റൈസേഷൻ എക്സ്പെൻസ്. മൂന്നാമത്തെ റെഡ്യൂസിങ് ഡെപ്റ്റാണ്. കടം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളൊരു ലോൺ എടുത്ത് ഒരു വീട് പണിയുകയോ വിദ്യാഭ്യാസ ലോൺ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരിക എന്നുള്ളതാണ്. ഹൗസിംഗ് ലോൺ എടുക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഇടയ്ക്ക് എന്തെങ്കിലും പൈസ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിൽ വന്ന് പെടുകയാണെങ്കിൽ, എക്സ്ട്രാ മണി വരുവാണെങ്കിൽ, ആ ലോണിലേക്ക് കൊണ്ടുവന്ന് അടയ്ക്കണം കേട്ടോ. മുതൽ കുറയാൻ വേണ്ടിയാണ്. മുതൽ കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ പലിശ കുറയും, അതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ അടച്ചില്ലെങ്കിൽ 20 വർഷമോ 30 വർഷം കഴിയുമ്പോഴോ നിങ്ങൾ ലോൺ അടച്ച് തീർക്കുന്നത് നിങ്ങൾ എടുത്ത തുകയുടെ 2.5 ഇരട്ടിയായിരിക്കും. അപ്പോൾ ബാങ്ക് മാനേജർമാർ പറയുന്നത് ആ സമയത്ത് ഈ വസ്തുവിൻ്റെ വിലയും 2.5 ഇരട്ടി ഉയർന്നിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ടെന്നുള്ളതാണ്. അത് ബാങ്കിൻ്റെ ബിസിനസ് തന്ത്രം. പക്ഷെ നമ്മുടെ സ്വകാര്യ മണി മാനേജ്മെൻറ്റ് പൊളിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് റെഡ്യൂസിങ് ഡെപ്റ്റ്. ഡെപ്റ്റ് കുറച്ചുണ്ട്. കടം എല്ലാ മനുഷ്യർക്കും ഉണ്ട് കേട്ടോ. കടബാധ്യതയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ കടബാധ്യത ഉള്ള സമയത്ത് പോലും ജീവിതത്തെ ക്രമീകരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ പറയുമായിരുന്നേ, ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ 3-ാമത്തെ വർഷം എനിക്ക് സ്റ്റൈഫൻഡ് കിട്ടിത്തുടങ്ങി. സ്റ്റൈഫൻഡ് കിട്ടിയ ഞാൻ അന്ന് തുടങ്ങി ദശാംശം കൊടുത്തു തുടങ്ങി. നോക്കണേ, നേഴ്സിങ്ങിന് ലോണുണ്ട്, ലോൺ അടയ്ക്കണം, പക്ഷേ എൻ്റെ സ്റ്റൈഫൻഡിൽ നിന്ന് ഞാൻ ദശാംശം കൊടുത്തു തുടങ്ങി. ഇന്നെനിക്ക് നല്ല വരുമാനമുണ്ട്, കടമൊക്കെ തീർന്നു. ക്രമീകരിക്കണതിൻ്റെ ബ്യൂട്ടിയാണ് പറയുന്നത്. ആ കൊച്ചു സ്റ്റൈഫൻഡിൽ നിന്ന് കൊടുത്തു തുടങ്ങിയെന്ന് പറയുമ്പോൾ സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മൾ നോക്കേണ്ടത്. 100 രൂപയാകട്ടെ, 200 രൂപയാകട്ടെ, 500 രൂപയാകട്ടെ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു കൊച്ചിൻ്റെ പണത്തോടുള്ള വിശാലമായ കാഴ്ചപ്പാട്, ഇതാ കൊച്ചിൻ്റെ ജീവിതത്തിൽ കടമില്ലാതെ ജീവിക്കാൻ സഹായിച്ചു എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിൽ ഒരിക്കലും കടമില്ലാതെ ജീവിക്കാൻ എനിക്ക് സാധിച്ചു. നേഴ്സിങ്ങിൻ്റെ കടം എനിക്ക് വീട്ടിൽ പിന്നെ എനിക്കൊരിക്കലും കടമുണ്ടായിട്ടില്ല. എൻ്റെ വിവാഹ ജീവിതത്തിലൊന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ ദൈവം ഇടപെട്ടു എന്നുള്ളതാണ്. സോ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നാണ്. 4-ാമത്തത് ഇൻക്രീസിങ് സേവിങ്സാണ്. നിങ്ങൾ ഓർക്കണം, ക്രിയേറ്റിംഗ് ബജറ്റ് 1-ാമത്തത്, പ്രയോറിറ്റൈസിങ് എക്സ്പെൻസസ് 2-ാമത്തത്, റെഡ്യൂസിങ് ഡെപ്റ്റ്സ് കടം കുറയ്ക്കുക 3-ാമത്തത്. 4-ാമത്തേലേക്ക് നമ്മൾ പോവുകയാണ്, ഇൻക്രീസിങ് സേവിങ്സ്. സേവിങ്സ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യമാണ്. സമ്പാദ്യം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ പറയും വരുമാനം ഉണ്ടായിട്ട് വേണ്ടേ സമ്പാദിക്കാമെന്ന് പറയും. തെറ്റായ കാഴ്ചപ്പാടാണ് കേട്ടോ. ഇൻകം മൈനസ് കൺസംഷൻ അല്ല സേവിങ്സ്.
ഇൻകം മൈനസ് സേവിങ്സ് ആണ് കൺസംഷൻ. ഒരു എക്കണോമിക്സ് തിയറി പറഞ്ഞതാണ് കേട്ടോ. വരവിൽ നിന്ന് ചിലവ് കുറയ്ക്കുന്നതല്ല സമ്പാദ്യം, വരവിൽ നിന്ന് സമ്പാദ്യം കുറയ്ക്കുന്നതാണ് ചിലവ്. എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആദ്യം സമ്പാദ്യം മാറ്റി വെച്ചിട്ട് പിന്നെ ഉള്ളത് ചിലവാക്കാനുള്ളത്. അതിനൊരു 50:20:30 എന്നൊക്കെയുള്ള ചില പ്രിൻസിപ്പിളുകൾ പലരും പറയാറുണ്ട്. 50% ചിലവാക്കാനുള്ളതാണ്, 20% സേവ് ചെയ്യാനുള്ളതാണ്, 30% നിക്ഷേപിക്കാനുള്ളതാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന കണക്കുകൾ. ഓക്കെ, അപ്പം ഇൻക്രീസ് നമ്മളൊരു മറ്റൊരു എപ്പിസോഡിൽ ചിന്തിച്ചത് കൊണ്ടാണ് അത് വിടുകയാണ്. ഇൻക്രീസിങ് സേവിങ്സ് പല രീതിയിൽ നമുക്ക് സേവ് ചെയ്യാം അല്ലേ, പല രീതിയിൽ. പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വരുമ്പോഴും നാലാന്ന് ഓർത്തിട്ട് ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ് സേവ് ചെയ്യാം. റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കുകളും നമുക്ക് തുടങ്ങാവുന്ന ഒരു സാധാരണ ഡെപ്പോസിറ്റ് സ്കീമാണ്. നിശ്ചിത തുക എല്ലാ മാസവും അടയ്ക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെന്ന് അടയ്ക്കണമെന്നില്ല. ബാങ്കിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഡേറ്റിലുണ്ടാകണം എന്നുള്ളതിൽ ബാങ്ക് തന്നെ ഈ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മറ്റേ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തോളും. ഒരിടത്തുനിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് അവിടെ ക്രെഡിറ്റ് ചെയ്തോളും ബാങ്ക് തന്നെ, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി. അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്നാണെന്നറിയാമോ, നമുക്ക് ശമ്പളമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൈസ വരുന്ന ഡേറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകുന്നത് കൊണ്ട് നമ്മളറിയാതെ അത് നടന്നു പോകും. നമുക്ക് ചിലവാക്കാൻ കാശ് അത്രയും കുറച്ചേ കിട്ടുള്ളൂ. ദീർഘകാലത്തേക്കൊക്കെ ആണെങ്കിൽ FD ആ രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കൊരു സേവിങ്സ് ഉണ്ടാകണം. അതിനകത്ത് നമ്മൾ ഒരു എമർജൻസി ഫണ്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നു, അടിയന്തര ഫണ്ട്. അടിയന്തര ഫണ്ട് എന്ന് പറഞ്ഞാൽ അടിയന്തരം കൂടാനുള്ള ഫണ്ടല്ല, അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫണ്ടാണ് എമർജൻസി ഫണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത 6 മാസം എനിക്ക് ജോലി ഇല്ലാതായാൽ, അടുത്ത 6 മാസം എൻ്റെ ബിസിനസ് പൊളിഞ്ഞു പോയാൽ എൻ്റെ കയ്യിൽ ജീവിക്കാനുള്ള കാശ്, അതിനെയാണ് എമർജൻസി ഫണ്ടെന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് തൊടാതെ അവിടെ ഇടുന്ന മനുഷ്യരുണ്ട്. എത്ര ബുദ്ധിമുട്ട് വന്നാലും അവരതിനെ തൊടത്തില്ല. കാരണം മനുഷ്യനല്ലേ, ജോലിയല്ലേ, ഏതെങ്കിലും സമയത്ത് ജോലി നഷ്ടപ്പെടാം, ബിസിനസ്സിൽ താഴ്ചകൾ സംഭവിക്കാം. അപ്പോൾ 6 മാസത്തേക്ക് എനിക്ക് ജീവിക്കാനുള്ള കാശിനെയാണ് എമർജൻസി ഫണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സേവിങ്സ് നിജപ്പെടുത്തുക എന്നുള്ളതാണ്. ലാസ്റ്റ്ലി ഇൻവെസ്റ്റിംഗ് റെഗുലർലി എന്ന് പറയും. സേവിങ്ങും നിക്ഷേപവും രണ്ടാണ് കേട്ടോ. സമ്പാദ്യവും നിക്ഷേപവും രണ്ടാണ്. സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വരുമാനം ലഭ്യമാകാൻ വേണ്ടി ഞാൻ റെഗുലറായിട്ട് തുടർച്ചയായിട്ട് നിക്ഷേപിക്കുന്നതിനെയാണ്. ഷെയർ മാർക്കറ്റൊക്കെ ഇതിനകത്ത് പെടുന്നു. പക്ഷേ ഷെയർ ബിസിനസ്സിലോട്ടൊക്കെ നിങ്ങൾ കടന്നു പോകണമെങ്കിൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് വലിയ ഗ്രാഹ്യമുണ്ടാകണം. ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോകും കേട്ടോ. ഷെയർ ബിസിനസ്സിലൊക്കെ കയറി ലക്ഷങ്ങൾ ഉണ്ടാക്കിയവരെയും സീറോയിലേക്ക് എത്തിയവരെയും ഒക്കെ എനിക്കറിയാം. കിടപ്പാടം വരെ നഷ്ടപ്പെട്ടു പോയവരെയൊക്കെ എനിക്കറിയാം. കാരണം അവർക്കത് ഈ ഫീൽഡ് അറിയാൻ പാടില്ല എന്നിട്ടാണ്. ഈ ഫീൽഡ് അറിയാൻ പാടില്ലാത്തവർ വെറുതെ കൈ പൊള്ളാൻ വേണ്ടി അതിനകത്തോടൊന്നും പോകരുത്. ചിലരോട് പറയാറുണ്ട്, പോയാലും ഇത്രയ്ക്കിത്രയല്ലേ നഷ്ടമുള്ളെന്ന് ഓർത്തിട്ടൊക്കെ ചിലപ്പോഴൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ളൊരർത്ഥത്തിൽ. അപ്പോൾ അതിനാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളത്. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് മക്കളിലാണ്. മക്കളിൽ ജീവിതം നിക്ഷേപിക്കുക, മക്കളിൽ ദൈവത്തെ നിക്ഷേപിക്കുക, മക്കളിൽ വിദ്യയെ നിക്ഷേപിക്കുക, മക്കളിൽ ബന്ധങ്ങളുടെ വലിപ്പത്തെ നിക്ഷേപിക്കുക. ഇതൊക്കെ വലിയ നിക്ഷേപങ്ങളാണ്. സാമ്പത്തിക നിക്ഷേപങ്ങളെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വലിയ സാമ്പത്തിക നിക്ഷേപങ്ങളാണ് തന്നെ. ഇങ്ങനെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ സ്ഥായിയായ രീതിയിൽ സ്ഥിരതയുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയും, സുസ്ഥിരമായ വികസനത്തിന് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ 5 സ്റ്റെപ്പുകൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒരു ബഡ്ജറ്റ് സൃഷ്ടിക്കുക, എക്സ്പെൻസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, മുൻഗണന ഉണ്ടാക്കുക, ഡെപ്റ്റ് കുറച്ച് കൊണ്ടുവരിക, കടം കുറച്ച് കൊണ്ടുവരിക, സേവിങ്സ് വർദ്ധിപ്പിക്കുക, റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, കൃത്യമായി മുടക്കിക്കൊണ്ടേയിരിക്കുക. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ടീച്ചർക്ക് ഇങ്ങനെ TV-യിലിരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കും. പ്രാക്ടിക്കലായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കണ്ടേ? പ്രാക്ടിക്കലായിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ 4 സമീപനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും.
പണത്തോടുള്ള 4 സമീപനങ്ങൾ, ദ അപ്രോച്ചസ് ടുവേർഡ്സ് മണി. പണത്തെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, പണത്തെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ട സമീപനങ്ങൾ. ഒന്നാമത്തത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സമീപനത്തെക്കുറിച്ചാണ്. ചിലർ സാമ്പത്തിക കാര്യങ്ങളെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യും. പണത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കംപ്ലീറ്റ് മണി അവോയ്ഡൻസ് എന്ന് പറയും. അവർ പറയും ഞങ്ങളുടെ വീട്ടിലൊക്കെ പണത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ വഴക്കാകും. ഭാര്യയും ഭർത്താവും കൂടി കാശിൻ്റെ കാര്യം പറയാൻ തുടങ്ങിയാൽ പിടിച്ച ചിട്ടിയുടെയും പിടിക്കാത്ത ചിട്ടിയുടെയും അടച്ച EMIയുടെയും കറണ്ട് ചാർജിൻ്റെയൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കണതിനേക്കാളും നല്ലത് മിണ്ടാതിരിക്കണം എന്നുള്ളത്. അവരങ്ങ് അവോയ്ഡ് ചെയ്യും. മാത്രമല്ല ചിലർക്ക് പണക്കാരോടും ഒക്കെ ഒരു അസ്വസ്ഥതയാണ്. അവർ പറയും ധനവാന്മാരെല്ലാം ഗ്രീഡിയാണ്. റിച്ച് പീപ്പിൾ ആർ ഓൾവേസ് ഗ്രീഡി എന്ന് പറയും. അവർക്ക് കാശില്ല, അതുകൊണ്ട് കാശുള്ളവരോട് ഉള്ള മനോഭാവമാണ് ഞാൻ പറയാം. അവരൊക്കെ ഭയങ്കര അഹങ്കാരികളും അല്ലെങ്കിൽ ആർത്തിയുള്ളവരൊക്കെയാണ്. ഐ ഡോണ്ട് നീഡ് മണി. പണമില്ലാത്തതാണ് നല്ലത്. എനിക്ക് ആവശ്യത്തിന് പൈസയൊന്നും വേണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ എന്തിനാ പൈസ? ചിലരുടെ വിചാരം ഇതൊക്കെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലോട്ട് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടല്ലോ, ഇവിടെ നിന്നൊരു നല്ലൊരു അടുക്കള പണിയാൻ പാടില്ലെന്ന് ചോദിച്ചു. കാരണം അടുക്കള വളരെ ഷാബിയായിട്ട് കാഴ്ചപ്പെട്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ അവർക്ക് മക്കളില്ലാത്ത ദമ്പതികളവർ. ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടി വന്നു? ഞാൻ പറഞ്ഞാൽ ആർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലൊരു അടുക്കള, മക്കളില്ലെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയെക്കുറിച്ചല്ലേ എന്തെങ്കിലും, നിങ്ങൾക്ക് വേണ്ടി. കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് കേട്ടോ. മൊത്തത്തിലെല്ലാം അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, മണിയെ വർഷിപ്പ് ചെയ്യുന്നു, ആരാധിച്ചുകൊണ്ടിരിക്കും. അവരുടെ വിചാരം കാശുണ്ട് എല്ലാമായി. കാശുണ്ടെങ്കിൽ ഫ്രീഡമായി, കാശുണ്ടെങ്കിൽ എൻജോയ്മെൻറ്റായി, കാശുണ്ടെങ്കിൽ എല്ലാമായി. അത് തെറ്റായ പ്രവണതയാണ് കേട്ടോ. അബണ്ടൻസ് ഓഫ് മണി ഈസ് റൂട്ട് ഓഫ് ഈവിൾ എന്നാണ് ബെർട്രാൻഡ് റസൽ പറഞ്ഞിരിക്കുന്നത്. ലാക്ക് ഓഫ് മണി ആൻഡ് അബണ്ടൻസ് ഓഫ് മണി ബോത്ത് ആർ റൂട്ട്സ് ഓഫ് ഈവിൾ. പണത്തിൻ്റെ ദൗർലഭ്യം ക്രിമിനൽസിനെ സൃഷ്ടിക്കുന്നു. പണത്തിൻ്റെ അമിതമായിട്ടുള്ള വരവ് സ്വാർത്ഥരെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ധൂർത്തിനെ സൃഷ്ടിക്കുന്നു. സുഖത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള അവരുടെ യാത്രയിൽ ജീവിതം നഷ്ടമാകും. അപ്പോൾ മണിയെ ആരാധിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഏത് സമയം കാശെങ്ങനെ ഉണ്ടാക്കണം, കാശെങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് നടക്കുന്നവർ. തെറ്റായ മനോഭാവമാണ്. മൂന്നാമത്തെ മണിയെ സ്റ്റാറ്റസ് ആയിട്ട് കാണുന്നവർ. അവരുടെ ജീവിതത്തിൽ ഗമയുടെ പൊങ്ങച്ചത്തിൻ്റെ അടയാളമാണ് മണി. കാശില്ലെങ്കിലും വലിയ കാറ് മേടിക്കുക, കൊക്കിലൊതുങ്ങാത്ത വിധത്തിൽ വലിയ വീട് പണിയുക, പണിത വീട് പിന്നെ രക്ഷയില്ലാണ്ട് വിൽക്കുക, ആ കാറിൻ്റെ ആ വീടിൻ്റെ മുമ്പിൽ നിന്ന് 4 ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുക. മണി സ്റ്റേറ്റസിന് വേണ്ടി ഉപയോഗിക്കുന്നവർ. പണമുള്ളവരോട് മാത്രം സംസാരിക്കുന്നു, പണമുള്ള ബന്ധുക്കളുടെ വീട്ടിൽ മാത്രം പോകുന്നു, പണക്കാരായവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു. സ്റ്റാറ്റസ് സിമ്പിളാണ്, ഇത് നെഗറ്റീവാണ്. 3 നെഗറ്റീവ് അവസ്ഥകളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മണി അവോയ്ഡൻസ്, മണി വർഷിപ്പ് ആൻഡ് മണി സ്റ്റാറ്റസ്. നമുക്ക് വേണ്ട 4ാമത്തെ ഏറ്റവും മനോഹരമായ അവസ്ഥ മണി വിജിലൻസാണ്. പണത്തെ ജാഗ്രതയോടെ കാണാൻ പഠിക്കുക. പണത്തെ ജാഗ്രതയോടെ കാണുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5 സ്റ്റെപ്പുകൾ ചെയ്യുന്നവർ. പണം നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ്. അത് നമ്മൾ മനോഹരമായിട്ട് ദൈവം തന്നതായതുകൊണ്ട് അതിനെ വളരെ മനോഹരമായിട്ട് കാത്തു പരിപാലിക്കുന്നു, സുരക്ഷിതമാക്കുന്നു. പൊങ്ങച്ചത്തിന് ഉപയോഗിക്കുന്നില്ല, ആഡംബരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല, മറിച്ച് വളരെ സന്തുലിതമായ മനോഭാവം അതിനോട് കാണിക്കുന്നു. അപ്പോൾ 4ാമത്തെ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്നാണ് എൻ്റെ എപ്പിസോഡിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. മണി വിജിലൻസ്, പണത്തെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. നന്ദി.